ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പണ്ടൊക്കെ മാധ്യമങ്ങൾക്ക് സർക്കാരുകൾ പരസ്യം കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ കേൾക്കാനിടയായിട്ടുണ്ട്. ഒരിക്കൽ നിയമസഭയിൽ ഒരു ചോദ്യം, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പരസ്യങ്ങളുടെ ചെലവിലേക്ക് എത്ര തുക കൊടുത്തു എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷത്തു നിന്ന് ചോദിച്ചു. ഉമ്മൻചാണ്ടി സാറാണ് അതിന് മറുപടി പറയുന്നത്. ഉമ്മൻചാണ്ടി സാർ അതിന് മറുപടി പറയുമ്പം സാർ ആദ്യം ഒരു തുക പറഞ്ഞു. ഒരു തുക പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബഹളമായിരുന്നു. ഇത്രയും പൈസ പരസ്യത്തിന് എങ്ങനെ ചെലവഴിക്കാൻ കഴിയും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം സഭക്കകത്ത് നടന്നു. അപ്പോൾ സാർ ഒരു സെക്കൻഡ് പോസ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്തെ ചെലവാക്കിയ പരസ്യത്തിന് ഇപ്പോൾ ഞങ്ങൾ കൊടുത്ത പൈസയാണ് എന്നുള്ളത് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പരസ്യത്തിന് കൊടുക്കുന്ന പൈസയെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ അവിടെ ഇപ്പോൾ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ നടക്കുമ്പോൾ വേറെ ദേശീയ തലത്തിൽ നോക്കിയാൽ ഇപ്പോൾ കൊടുക്കുന്ന പരസ്യവും ഇതൊന്നുമല്ല ചർച്ച, മാധ്യമങ്ങൾ ആര് വാങ്ങുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മീഡിയ ഹൗസസിന് ഒന്നിച്ച് കോർപ്പറേറ്റുകൾ വാങ്ങുകയും അതിൽ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടയാളങ്ങൾ എന്നുള്ളതിനൊക്കെല്ലാം അപ്പുറത്തേക്ക് എല്ലാ അജണ്ടകളും ആ ബയ്യറുടെ ഓണറുടെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കപ്പെടുന്നത് ദേശീയ തലത്തിൽ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളുടെ കാര്യത്തിൽ പറയാതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ഗവൺമെൻറ്റുകളുടെ PR എക്സസൈസ് മാത്രം നടത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും മാറുന്നതിൻ്റെ അടയാളങ്ങൾ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും. ഇപ്പം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ ഹൗസസിൻ്റെയൊക്കെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ് എന്നുള്ളത് ഈ സദസ്സിലിരിക്കുന്നതും വേദിയിലിരിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ആരാണ് അതിനെ ഓൺ ചെയ്യുന്നത്, ആരാണ് അവരുടെ അജണ്ടകൾ നിശ്ചയിക്കുന്നത്. ഇപ്പം ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രേമേന്ദ്രേട്ടന് അറിയാം, നിരന്തരമായിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടി വന്നു. ഇപ്പം SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, വോട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വേണ്ടി വന്നപ്പം അതിൽ ഈ ചില ഇഷ്യൂസിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ മാധ്യമങ്ങൾ എടുത്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോർപ്പറേറ്റിനെതിരായിട്ടുള്ളൊരു വിഷയം അവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വന്ന് ഞങ്ങൾ ആ പ്രതിഷേധത്തിന് പാർലമെന്റിനകത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ അവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ആർന്റ് യു നോട്ട് കമ്മിങ്, കവർ ചെയ്യാൻ വേണ്ടി വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ നിഷ്കളങ്കമായി പറഞ്ഞ മറുപടി, ഞങ്ങളത് കവർ ചെയ്താൽ പോലും അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടില്ല, ഇറ്റ്സ് അഗെയിൻസ്റ്റ് അവർ ബോസ്. എന്ന് വെച്ചാൽ അവരുടെ ബോസിനെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ പാർലമെന്റിൻ്റെ അകത്തും പുറത്തും നടക്കുന്ന ഒരു പ്രതിഷേധം പോലും ടെലികാസ്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളത് ആ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് തോന്നുന്ന തരത്തിൽ ഈ പറയുന്ന മീഡിയയുടെ ഓണേഴ്സ് അവരുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അജണ്ടകൾ നിശ്ചയിക്കുന്ന ഒരു കാലം. സാധാരണ ഇന്ത്യയിലൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് എപ്പോഴും ഒരു പ്രതിപക്ഷ സ്വഭാവമുണ്ട്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പില് ദുബൈയിൽ വെച്ചുകൊണ്ട് ഒരു മാധ്യമ സെമിനാർ, സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ഒരു ക്യാമ്പ്, ഒരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഷാഫി, ഇത് വലിയ ഒരു വീഡിയോ ആണ്, കുറച്ച് കൂടുതൽ ലെങ്ത് ഉള്ള ഒരു വീഡിയോ. അത് ഫുള്ളായിട്ട് ഞാൻ ഇവിടെ കേൾപ്പിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന വീഡിയോയുടെ ലെങ്ത് തന്നെയാണ്. എന്താണെങ്കിലും കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഷാഫി പറമ്പില് ഈ പറഞ്ഞ കാര്യങ്ങള്, ഷാഫി പറമ്പിൽ എണ്ണി പറയുന്ന കാര്യങ്ങള് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലും ഇന്ന് പ്രാവർത്തികമാക്കുന്ന രീതിയിൽ മാധ്യമങ്ങളുടെ പ്രവർത്തനം, അജണ്ടകൾ ഫിക്സ് ചെയ്തുകൊണ്ട് പലരുടെയും PR ഏജൻസികളായിട്ട് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം, സോ കോൾഡ് മാധ്യമ പ്രവർത്തനം എന്ന് ഞാൻ വീണ്ടും അതിനെ വിശേഷിപ്പിക്കുന്നു. അത് മാധ്യമ പ്രവർത്തനമായിട്ട് കണക്കാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാമെങ്കിലും ഇത് ഒരിക്കലും മാധ്യമ പ്രവർത്തനമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കേരളത്തിലും ഈ പറയുന്ന അജണ്ടകൾ പല സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നു എന്നുള്ളതും നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഷാഫി പറമ്പിലിന്റെ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ അതിന്റെ തുടക്കം മാത്രമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഈ പറയുന്ന നോർത്തിലും ഈ പറയുന്ന ഉത്തരേന്ത്യയിലും ഒക്കെ നമ്മൾ കണ്ട, ദേശീയ തലത്തിൽ കണ്ട് നമ്മൾ ശീലിച്ച മാധ്യമ പ്രവർത്തനം, അല്ലെങ്കിൽ അജണ്ടകളുടെ ഭാഗമായിട്ട് പ്രാവർത്തികമാക്കുന്ന മാധ്യമ പ്രവർത്തനം, അത് ഇന്ന് നമ്മുടെ കേരളത്തിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ 2 സ്ഥാപനങ്ങളെ നമുക്ക് എടുക്കാം മുഖ്യമായിട്ടും. അതിൽ വേറെ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ കൈരളിയും ജനം TVയും നോക്കിക്കഴിഞ്ഞാൽ, കൈരളി എന്ന് പറയുന്നത് CPMന്റെ ഉടമസ്ഥതയിലുള്ള അവരുടെ ഒരു മാധ്യമ സ്ഥാപനമാണ്.
ജനം ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ അജണ്ടകൾ മാത്രം പച്ച നുണകൾ പടച്ചു വിടുന്ന ഒരു സ്ഥാപനമാണ്. ഇത് രണ്ടിനെയും കേരളത്തിന്റെ പൊതുസമൂഹം അത്തരത്തിൽ മാത്രമാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കാരണം ഇത് രണ്ടിലും വരുന്ന വാർത്തകൾ അത് വിശ്വസിക്കുന്നതിന് മുമ്പ്, അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ജനം എപ്പോഴും അതിൽ കേൾക്കുന്ന എന്തും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാട് കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇപ്പോ കൈരളിയിൽ വരുന്ന ഒരു വാർത്ത, അത് കേട്ട് കഴിഞ്ഞാൽ ആ വാർത്ത നമ്മൾ മറ്റുള്ള ചാനലുകളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. ജനം ടി വി പടച്ചു വിടുന്ന പച്ച നുണകൾ, ആ നുണകൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പൊ അത് രണ്ടിനെയും നമ്മൾ മുഖവിലക്കെടുക്കേണ്ട ഒരു കാര്യവും ഇവിടെയില്ല. ഇനി നേരെ മറിച്ച് കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന 2 ചാനലുകൾ ഈ അടുത്ത കാലത്ത് അതിന്റെ പോളിസികളും അജണ്ടകളും മാറി, അത് സഞ്ചരിക്കുന്ന രീതികളും അതിന്റെ ചില സ്ഥാപിതമായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അതിന്റെ അജണ്ടകളും നമുക്ക് നിർത്തി പരിശോധിക്കാം. ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. ആരാണ് രാജീവ് ചന്ദ്രശേഖരൻ? വലിയ കോർപ്പറേറ്റ് ആണ്. രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ പണത്തിന്റെ പവറിൽ മാത്രം കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ. മനസ്സിലായില്ലേ? ഒന്ന് രാജീവ് ചന്ദ്രശേഖരനാണ്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാല് ഈ പറയുന്ന കൈരളിയെ വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന റിപ്പോർട്ടർ TV ആണ്. റിപ്പോർട്ടർ TVയുടെ നിലവിലെ ഈ പറയുന്ന മുതലാളി ആരാണ്? ഓണർ ആരാണ്? ആൻഡോ അഗസ്റ്റിൻ ആണ്. ആൻഡോയും ആൻഡോയുടെ സഹോദരങ്ങളുമാണ്. ഈ ആൻഡോയും ആൻഡോയുടെ സഹോദരങ്ങളും എങ്ങനെയാണ് റിപ്പോർട്ടർ TVയുടെ ഉടമസ്ഥതയിലേക്ക് എത്തിയത്? അവർക്ക് ഈ പറയുന്ന മാധ്യമ ലോകത്തുള്ള പിടിപാട് എന്താണ്? മാധ്യമ ലോകത്ത് മാധ്യമ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ മാധ്യമ ജേർണലിസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള വല്ല പിടിപാടും ഇവർക്കുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ ഇവർക്കുള്ള പിടിപാട് എന്താണ്? ഇവർക്കുള്ള പിടിപാട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തെ നല്ല ഒന്നാം തരം പറ്റിക്കൽ നടത്തിയ വ്യക്തികളാണ് പല അർത്ഥത്തില്. നിങ്ങൾ ഇവരുടെ ഒന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ മുൻപ് നടത്തിയിരുന്ന പദ്ധതികളുമായിട്ടോ നിങ്ങൾ ഒന്നെടുത്ത് പരിശോധിക്കുക. എല്ലാം പറ്റിക്കലായിരുന്നു. ഏറ്റവും അവസാനം മുട്ടിൽ മരമുറി കേസാണ്. വയനാട്ടിലെ മുട്ടിൽ മരമുറി കേസിലെ 1ാം പ്രതികളും 2ാം പ്രതികളും 3ാം പ്രതികളുമായിട്ടുള്ള ആളുകളാണ് ഈ ആൻഡോ സഹോദരങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇവര് ഈ പറയുന്ന റിപ്പോർട്ടർ TVയെ ഏറ്റെടുക്കുന്നു. ആ റിപ്പോർട്ടർ TVയെ ഏറ്റെടുത്തിട്ട് ഇവർക്കെതിരെ വാർത്ത വായിച്ച, ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ വാർത്ത വായിച്ച ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയി, അയാളെയും ഞാൻ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പണം കണ്ടപ്പോൾ ഇപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് മറുകണ്ഠം ചാടി, പണം കണ്ടിട്ട് ഇപ്പുറത്തു നിന്ന് മറുകണ്ഠം ചാടി, മറുകണ്ഠം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ഥാപനങ്ങൾ മാറുന്ന പല മാധ്യമ പ്രവർത്തകരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ആ കൂട്ടത്തിൽ പെടുത്താൻ കഴിയില്ല. സ്ഥാപനം മാറിയപ്പോഴേക്ക് നിലപാടുകൾ മാറ്റി, നട്ടെല്ല് മാറ്റി, ഈ ന്യായീകരണ തൊഴിലാളിയായി മാറിയ അരുൺകുമാറിനെയാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദങ്ങളും ആരോപണങ്ങളും മുന്നിൽ നിന്ന് നയിക്കുകയും അതിന് വേണ്ട എല്ലാവിധ വ്യാജമായ നിർമ്മിതികൾ ഉണ്ടാക്കിയെടുക്കുകയും ഇതൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകൾ റിപ്പോർട്ടർ TVയാണ്. അത് തന്നെയാണ് രാഹുൽ ഷാഫി പറമ്പിൽ പറയുകയും ചെയ്തത്. നമ്മള് ഈ കേരളത്തിൽ നമ്മൾ മാധ്യമ വാർത്തകൾ എല്ലാവരും കേൾക്കുന്ന വ്യക്തികളാണ്. ഇവിടെ ഇപ്പോ ഇന്നിന്റെ കാലഘട്ടത്തില് ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അതിന്റെ നിജസ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഫാക്ട് ചെക്ക് നടത്തിയിട്ട് ആ വാർത്ത അത് സത്യമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ്. താല്പര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കുക. റിപ്പോർട്ടർ TV ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ PR ഏജൻസിയായി മാറിക്കൊണ്ട് നടത്തുന്ന പരിപാടി. അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു എഡിറ്റോറിയൽ മീറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. വ്യക്തമായ വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം ഒരു തമ്മിൽ തല്ലി ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി. ഒരാൾ കോൺഗ്രസിന്റെ പക്ഷം പിടിക്കുക, ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പക്ഷം പിടിക്കുക, ഒരാൾ BJPയുടെ പക്ഷം പിടിക്കുക, ഒരാൾ നിഷ്പക്ഷനായി നിൽക്കുക, എന്നിട്ട് തമ്മിൽ തല്ലുക. വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ പക്ഷം പിടിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാക്കിയെടുക്കുക. വാർത്തകൾക്ക് മാർക്സിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ സംഘപരിവാർ എന്നോ എന്നുള്ള അങ്ങനെ വല്ല കാര്യങ്ങളുമുണ്ട്. വാർത്തകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങളെ അതിനെ നമ്മളിലേക്ക് എത്തിക്കുന്നതിനെയാണ് വാർത്തകൾ എന്ന് പറയുന്നത്.
ഇത് അതിനേക്കാൾ ഉപരി അതൊക്കെ അല്ലെങ്കിൽ അതിനെ മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രീയ ചർച്ചകൾ വാർത്താ ചാനലിൽ ഇരുന്നു കൊണ്ട് പക്ഷം പിടിച്ചുകൊണ്ടുള്ള വാക്കുകൾ പടച്ചുവിട്ടുകൊണ്ട് വ്യൂവർഷിപ്പിനെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇവരിൽ ഒരാളെ കുറെ കോൺഗ്രസ്സുകാരെ എടുത്ത് ആഘോഷിക്കുക, കുറെ ആൾക്കാരെ അടിമകൾ എടുത്ത് ആഘോഷിക്കുക, ഒരു ഭാഗത്ത് മറ്റൊരാളെ സംഘ് പരിവാറിന്റെ RSSന്റെ ആളുകൾ എടുത്ത് ആഘോഷിക്കുക. ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ നിങ്ങളൊന്നും ഒരു കാര്യം ആലോചിക്കണം. ഇപ്പൊ ഈ റിപ്പോർട്ടർ ടിവിയുടെ കാര്യത്തില് രാഹുൽ മാങ്കൂട്ടത്തിലെ സജീവമാക്കി നിർത്താൻ, ആ വിവാദങ്ങളെ വീണ്ടും സജീവമാക്കി നിർത്താൻ വലിയ ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ഇപ്പോഴും ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയാണ്. അവർക്കതിൽ അജണ്ടകളുണ്ട്. എന്താണ് അജണ്ട? അവർ ഈ പറയുന്ന പിണറായി വിജയന്റെ പരാജയങ്ങൾ ഒരിക്കലും ചർച്ചയാവരുത് എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് അവർ. അതിനുവേണ്ടി, അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി രാഹുൽ വിഷയം ഇങ്ങനെ വലിയ ചർച്ചകളാക്കി നടത്തുക. അതിലൂടെ അവർക്ക് കിട്ടുന്ന കാര്യം എന്താ? അതിലൂടെ പിണറായി വിജയന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്ന, നേട്ടം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഈ പറയുന്ന പരാജയങ്ങൾ ചർച്ചയാക്കപ്പെടാതെ പോകുക, അതിന് മറ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പുറത്ത് ആന്റോയ്ക്ക് കിട്ടുന്ന ആനുകൂല്യം എന്താ? ആന്റോ ക്രിമിനൽ കേസിലെ 1-ാം പ്രതിയാണ്. ആ ക്രിമിനൽ കേസ് ഒരിക്കലും ഒരു രീതിയിലും നടപടിയാവാതെ ഇങ്ങനെ തള്ളി കൊണ്ടുപോവുക. അപ്പോ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അജണ്ടകൾ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സോ കോൾഡ് മാധ്യമ പ്രവർത്തനം അത് ഇന്ന് കേരളത്തിലും വന്ന് വിട്ടിരിക്കുകയാണ്. കേരളത്തിലും ഈ പറയുന്ന കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ക്രിമിനലുകൾ പല സ്ഥാപനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ട് വാർത്തകൾ പടച്ചു വിടുക. ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ ഒരു ഇരയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തില്. ഈ ഫിക്സ് ചെയ്തുകൊണ്ട്, അജണ്ടകൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സമീപനങ്ങളോടുകൂടി എല്ലാത്തെയും സമീപിക്കുന്ന ഒരു രീതി, അത് തന്നെയാണ് ഷാഫി പറമ്പിലും പറഞ്ഞു വെക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ ഒരു ആപത്ത് നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഇതൊക്കെ ഈ പറയുന്ന ഉത്തരേന്ത്യയിലൊക്കെ നടത്തി പരീക്ഷിച്ച കാര്യമാണ്. വാർത്താ ചാനലുകളെ, മാധ്യമ സ്ഥാപനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അവരെ വിലക്ക് വാങ്ങിക്കൊണ്ട് അജണ്ടകൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം നടത്തി അതിലൂടെ ലാഭം കൊയ്ത ആളുകൾ, അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലും നടത്തുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ ആനുകൂല്യങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. പിണറായി വിജയന് വേണ്ടി PR വർക്ക് നടത്തുമ്പോൾ ആന്റോയുടെ ക്രിമിനൽ കേസ് തള്ളിപ്പോകും. ഇപ്പുറത്ത് പിണറായി വിജയൻ എന്താണ്, അത് ആ ക്രിമിനൽ കേസ് തള്ളി നീക്കി വെച്ച് കൊടുത്താൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തന്റെ പരാജയങ്ങൾ, ഭൂലോക പരാജയമായിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മറച്ചു പിടിക്കാനുള്ള ഒരു ഏജൻസിയായി ഇവർ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ആ കൂട്ടത്തില് ഇത്തരത്തിൽ മറയുണ്ടാക്കുന്നത് എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകളെ ഇരയാക്കി കോർത്തുകൊണ്ട് ആ ചർച്ചകൾ വലിയ സജീവമായി ഇങ്ങനെ നിലനിർത്തുകയാണ് അതുവഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് വിളിക്കുന്ന മാപ്രകൾ എന്ന് വിളിക്കാൻ ഇറ്റകളെ കാരണമായിട്ടുള്ളത്. കാരണം ഇറ്റകൾ ഒരിക്കലും മാധ്യമ പ്രവർത്തകരാവുന്നില്ല, ഇവർ മാപ്രകളാണ്. ആ മാപ്രകൾ എന്ന വിളിയുടെ അർത്ഥം എന്താണെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്.